നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കേരള മുസ്ലിം കൾച്ചർ സെൻറ്റർ ബാംഗ്ലൂർ പ്രസിഡൻറ്റ് ഉസ്മാൻ സാഹിബ്, ഡോക്ടർ അമീർ അലി, ഷംസുദ്ദീൻ അസ്ഹരി, മർക്കസ് ബദരിയ മസ്ജിദ് ട്രസ്റ്റ് ചെയർമാൻ ഷംസുദ്ദീൻ സാഹിബ് തുടങ്ങിയ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉസ്മാൻ സാഹിബിനെയും ഡോക്ടർ അമീർ അലി സാഹിബിനെയും ആദരപൂർവ്വം 2 മിനിറ്റ് ഇവർ വളരെ തിരക്ക് പിടിച്ച സമയത്താണ് വരുന്നത്. എല്ലാവർക്കും ആമുഖമായി ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ആദ്യമായി ഉസ്മാൻ സാഹിബിനെ ക്ഷണിക്കുന്നു. മക്കളെ, വിദ്യാർത്ഥികളെ, വളരെ സന്തോഷം നിറഞ്ഞ ഈ സാഹസ്യം ഞങ്ങളൊരു കല്ലുകടിയായി മാറിയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കാരണം കുട്ടികളുടെ മക്കളുടെ നല്ല പ്രോഗ്രാം, നിഷ്കളങ്കമായ ചിരിയോടുകൂടിയുള്ള പ്രോഗ്രാമുകൾ കണ്ട് സന്തോഷിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ഈ ഒരു പരിപാടി വേണ്ട എന്ന് സംഘാടകരോട് പറഞ്ഞതാണ്. അവരെ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ 2 മിനിറ്റ് കൊണ്ട് നിർത്താം എന്നുള്ള കണ്ടീഷനിൽ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തതാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ, നമ്മുടെ മക്കളുടെ ദീനീ ചുറ്റുപാടിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ഈ ആക്ടിവിറ്റീസ് അത് എപ്പോഴും എന്നും നിലനിർത്തണം. അങ്ങനെ കുട്ടികൾക്കുള്ളത് വലിയൊരു മോട്ടിവേഷൻ കൂടിയായത്. വെറും പഠിത്തം സ്കൂളിൽ ഈ ഒരു നമ്മുടെ ഭൗതിക വിദ്യാലയങ്ങളിൽ നമ്മളെ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ ഈ റബീഉൽ അവ്വൽ പ്രമാണിച്ച് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്നത്. അതെല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് എല്ലാ കുട്ടികൾക്കും അതിൻ്റെതായ പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് ഇത് നിലനിർത്തണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും എൻ്റെ പേരിലും KMCCയുടെ പേരിലും എല്ലാ അഭിനന്ദനങ്ങളും ആശംസ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദ്രസയിൽ പഠിച്ചതാണ് ഒരു കാലത്തല്ലേ? 99 അന്ന് വയസ്സൊന്നായിട്ടില്ല, വെറുതെ 99 അന്നും ഈ സത്താർ ഉസ്താദ് ഇതുപോലെ സ്മാർട്ടായിട്ട് വളരെ സജീവമായിട്ട് മക്കൾ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജിലെത്തിയെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മോൾക്ക് തന്നെ 2 കുട്ടികൾ, ഒന്നിന് 7 വയസ്സായി, ഒന്ന് 2 വയസ്സ്. അപ്പോൾ ഏകദേശം ആ ഒരു പീരീഡിലെ കുട്ടികൾക്കൊക്കെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആയിട്ടുണ്ടാവും. മാഷാ അല്ലാ, അത് പഠിച്ചതെല്ലാം കബൂലാക്കട്ടെ. ഡോക്ടർ അമീർ അലി സാഹിബിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യം, ഉറ്റവരെ ഉടവരെ നഷ്ടപ്പെടുന്നവർക്ക് സഹായ സഹകരണങ്ങൾ, എന്നും 24 മണിക്കൂറും ഉറങ്ങാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അശരണരുടെ, കഷ്ടപ്പെടുന്നവരുടെ, പ്രയാസപ്പെടുന്നവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് സജീവമായി നമ്മുടെ പൊതുരംഗത്ത് സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ അമീർ അലി സാഹിബിനെ ആദരിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷത്തോടു കൂടി അതോടൊപ്പം ഒരു ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായത്. രാവിലെ പ്രിയപ്പെട്ട ബോക്കറാജിക്ക അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹമസൃണമായ ക്ഷണം സ്വീകരിക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊന്നും മുന്നിലുണ്ടായിരുന്നില്ല. അതോടൊപ്പം വൈക്കിംഗ് മൂസക്ക, പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലം മുതൽ പരിചിതമായ ഒരാളാണ് സത്താർ ഉസ്താദ്. എനിക്ക് തോന്നുന്നു 3 പതിറ്റാണ്ട് കാലം, 30 വർഷത്തോളം, 2024 30 വർഷം, 94 തോന്നുന്നു ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം ആ ഒരു സമയത്ത് 30 വർഷം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും കൂടിയ ഒരു സമയം ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരിയിൽ മതവിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികമായി ഒരു സമൂഹത്തെ വഴി നടത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രിയപ്പെട്ട സത്താർ ഉസ്താദ്, അതോടൊപ്പം തന്നെ ഒരുപാട് പേര്, ഇവരുടെയൊക്കെ ഈ ഒരു ക്ഷണം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു സമയം ഒരു പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിനോ ഒന്നും പറ്റിയ സമയമല്ല എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. 2 സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴാണ് ആളുകൾ കഴിഞ്ഞോ എന്ന് ചോദിക്കാറുള്ളത്. ഒന്ന്, പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ എപ്പോഴാണ് കഴിയുക എന്ന് ചോദിക്കും. രണ്ടാമത്തത് പ്രസവ വാർഡിൻ്റെ മുമ്പിൽ, അവിടുന്ന് ചോദിക്കും കഴിഞ്ഞോ എന്ന്. ആ ഒരു 2 സമയം
രണ്ട് സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വന്നു നിൽക്കുന്ന നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായ ഒരു സമ്പന്നതയുടെ ഒരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യമൊക്കെ നമുക്ക് നൽകിയ പരിശുദ്ധ പ്രവാചകൻ്റെ ഈ ജന്മദിനം വളരെ സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, മറ്റ് രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടിയിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ കൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ നമ്മുടെ മുഖ്യാതിഥി ശംസുദ്ദീൻ അസരി അവർകളെ, ദാറുൽ ഹുദ ട്രസ്റ്റ് മെമ്പർമാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ദാറുൽ ഹുദ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ദാറുൽ ഹുദ വുമൻ കെയർ സെൻറ്ററിൻ്റെയും അതുപോലെ ദീനുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ നബിദിനാഘോഷ പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത് നീട്ടിപ്പറയേണ്ട ഒരു അവസരമല്ല, നമ്മൾ കുറഞ്ഞ സമയമുള്ളൂ. 10:30 മണിക്ക് നമ്മുടെ പരിപാടി ക്ലോസ് ചെയ്യേണ്ടതാണ്. 1995 തുടങ്ങിയ നമ്മുടെ ഈ സ്ഥാപനം ദാറുൽ ഹുദ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടക്കത്തിൽ നമ്മളൊരു 11 പേരാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 5 പേര് ഖബറിൽ കിടക്കുകയാണ്. അള്ളാഹുവെ, അവരെയും നമ്മളെയും നീ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ നീ ഒരു സാലിഹായ അമലാക്കി തീർക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടു നമ്മുടെ കമ്മിറ്റി ഇപ്പോൾ വിപുലീകരിച്ച് 16-17 അംഗ കമ്മിറ്റികളാണ് നടത്തുന്നത്. ഇന്നലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ബിൽഡിങ്ങിൽ 4ാമത്തെ ഫ്ലോറിൽ ഒരു പ്രയർ ഹാൾ അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത മാസം മുതൽ അവിടെ ക്ലാസ്സുകൾ, വനിതാ ക്ലാസ്സും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനെയുള്ള ക്ലാസ്സുകൾ അവിടെ തുടങ്ങുന്നുണ്ട്. കൂടാതെ ഖുർആൻ തജ്വീദ് ക്ലാസ് മദ്രസയിൽ പഠിച്ച കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള കുട്ടികൾക്കും അതിനോട് താല്പര്യമുള്ള കുട്ടികൾക്കും നമ്മളൊരു ആഴ്ചയ്ക്ക് 2 ദിവസം ഒരു ക്ലാസ്സിൻ്റെ പരിപാടിയും തുടങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകം അത് വിജയിക്കുവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഞാൻ വളരെയധികം വിനയപൂർവ്വങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നീട്ടി പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. പ്രിയപ്പെട്ട കുട്ടികളെന്ന് സൈലൻ്റായി ഇരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായ റബീഉ മാസത്തിനെ വരവേൽക്കുവാനും മുത്തുനബിയുടെ ഒരുപാട് മദ്ഹുകൾ പാടാനും പറയാനൊക്കെ നമുക്ക് അവസരമുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമനകളുടെ പാട്ടും പ്രസംഗവും നമ്മളേറെ ആസ്വദിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കുവാനും പറയുവാനും അത് സംഘടിപ്പിക്കുന്ന പരിപാടിയിലും ആഘോഷത്തിലും പങ്കെടുക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു താല്പര്യവും വലിയൊരു ആനന്ദവുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, കേവലം ഇതൊരു ചടങ്ങോ പരിപാടിയോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ വലിയ ദർശനങ്ങളെയും പാഠങ്ങളെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന രൂപത്തിൽ വേണം നമ്മൾ മുത്തുനബിയുടെ ഓരോ ജന്മദിനങ്ങളും ആഘോഷിക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നമ്മൾ ഇന്ന് അവതരിപ്പിച്ച പാട്ടും പ്രസംഗവും അവതരിപ്പിച്ച നമ്മുടെ പിഞ്ചോമന മക്കൾ നാളെ നമ്മുടേതായിട്ട് തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ മടിയിലും മുക്കത്തും നമ്മൾ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മക്കൾ നാളെ നമുക്കെതിരെയും നമ്മുടെ ദീനിനെതിരെയും നമ്മുടെ ആദർശത്തിനെതിരെയും തിരിയുന്ന വിധത്തിലേക്ക് വരരുത്. അതിനെതിരെ നിങ്ങൾക്ക് ശക്തമായൊരു ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്.
പ്രിയപ്പെട്ട ഉമ്മമാരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലം വളരെ ദുഷിച്ചതാണ്, മോശമാണ്. ഏതൊരു കുട്ടിയെയും ഏതൊരു വിദ്യാർത്ഥിയെയും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടങ്ങളിൽ നിന്നും നമ്മൾ വിശ്വസിക്കുന്ന ആദർശങ്ങളിൽ നിന്നും മാറ്റുവാൻ പോകുന്ന ഒരു തരത്തിൽ ഈ ഒരു കാലഘട്ടം വളർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളൊക്കെ 20-30 വർഷം കൊണ്ട് അനുഭവിച്ചതും അറിഞ്ഞതുമായ സത്യങ്ങളും കാര്യങ്ങളുമാണ് 6 വയസ്സുള്ളൊരു കുട്ടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതൊക്കെ ഇപ്പോൾ നമ്മുടെ മടിത്തട്ടിലുള്ള കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പോലും അറിയാത്ത ലോകത്ത് നമ്മുടെ വീട്ടിലുള്ള 10-12 വയസ്സുള്ള കുട്ടികൾ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. 7 വയസ്സുള്ള 1-ാം ക്ലാസ്സുകാരനായൊരു വിദ്യാർത്ഥി ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളക്കരയിൽ നിന്ന് നമ്മൾ കേട്ടത്. ഒരു 7 വയസ്സുള്ള കുട്ടിക്ക് താൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയതും എനിക്കുണ്ടായ മാനസികാവസ്ഥ അത്രയും വലുതാണെന്ന് തോന്നിപ്പിച്ചതും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ എന്നുള്ളത് വളരെ കുറവാണ്. കാരണം സൂയിസൈഡ് ചെയ്താൽ, ആത്മഹത്യ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടാണ് മരിക്കുന്നത് എന്നും ഈമാൻ നഷ്ടപ്പെട്ട് അവൻ കാലകാലം അവൻ നരകത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊക്കെ മാറി അത്തരമൊരു ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ തലമുറ മാറുകയും ആ വിശ്വാസത്തെ ഒരു നിലക്കും ഗൗനിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ടെൻഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ ജില്ല, ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള മലപ്പുറം ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ആ ആത്മഹത്യാ നിരക്ക് 25-30% വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പച്ചയായ മാപ്പിളമാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16-17 വയസ്സുള്ള പെൺകുട്ടികളുടെ ആത്മഹത്യാ നിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളായ സഹോദരിമാരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരു ടെൻഷൻ്റെ പേരിലോ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള തോന്നുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഈ ഒരു ലോകത്തിനേക്കാൾ അപ്പുറത്തേക്ക് ശാശ്വതമായ മറ്റൊരു ലോകമുണ്ട് എന്നും അവിടെ ഞാൻ പരാജയപ്പെട്ടാൽ കാലകാലമുള്ള പരാജയമാണെന്നുള്ള തിരിച്ചറിവും ആത്മീയ ബോധവും നമ്മെ നയിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് താൽക്കാലിക ശമനം കിട്ടുമെങ്കിലും നാളെ ആഖിറത്തിലെത്തിയാൽ നമ്മുടെ ശാശ്വതമായ ഇടം നരകമായിരിക്കുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. എന്തിൻ്റെയെങ്കിലും പേരിൽ ആത്മഹത്യ ചെയ്യുക എന്ന തലത്തിലേക്ക് നമ്മൾ വഴിമാറിയാൽ നമ്മുടെ തലമുറയും അത് കണ്ട് പുതിയ കുട്ടികൾ കൂടി അത് പഠിക്കുന്ന രൂപത്തിലേക്കാണ് പുതിയ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടിലുള്ള കുട്ടികളോട്, നിങ്ങൾ വാത്സല്യപൂർവ്വം ഊട്ടുന്ന കുട്ടികളോട്, വാത്സല്യപൂർവ്വം നിങ്ങൾ താലോലിക്കുന്ന മക്കളോട് നിങ്ങൾ ഇസ്ലാം ദീനിനെ കുറിച്ചിട്ടും മഹത്തായ മതത്തിൻ്റെ ആ ഒരു ആത്മീയ വശങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നിങ്ങൾ ഏത് കോളേജിൽ പഠിപ്പിക്കുമ്പോഴും ഏത് വലിയ സ്കൂളിൽ പഠിക്കാൻ ചേർത്തുമ്പോഴും ഇത്തരം ആത്മീയ വിദ്യാഭ്യാസങ്ങൾ നിങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മദർ ലാപ്പീസ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്കൂൾ എന്നാണല്ലോ. ഒരു ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും മനോഹരമായ ഇടം, ഏറ്റവും മനോഹരമായ യൂണിവേഴ്സിറ്റി, ഏറ്റവും മനോഹരമായ സ്കൂളും കോളേജും ഉമ്മയുടെ മടിത്തട്ടാണ്. ഉമ്മമാരെ, നിങ്ങൾ എങ്ങനെയാണോ ആ കുട്ടിയെ വളർത്തുന്നത്, ആ കുട്ടിയെ പരിചരിക്കുന്നത്, ആ കുട്ടികൾക്ക് വേണ്ടുന്ന ബോധവും ബോധനവും നൽകുന്നത്, അതിലൂടെയായിരിക്കും ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് ആത്മീയ ബോധം നന്നായിട്ടുണ്ടാക്കിയെടുക്കണം. അൽഹംദുലില്ലാ, വർഷങ്ങൾക്ക് മുമ്പ് ഡബിൾ റോഡ്, നമ്മുടെ ഈ മഹാനഗരത്തിലെ ഡബിൾ റോഡ് തുടങ്ങിയ ഈ ഒരു ആത്മീയ വിചാരത്തിൻ്റെ കേന്ദ്രം ഇന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സത്താർ ഉസ്താദിനെ കുറിച്ചിട്ട് കേട്ടു. 3 പതിറ്റാണ്ട്, ചെറിയ വർഷങ്ങളല്ലല്ലോ അത്. ഒരു പുരുഷായുസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും 3 പതിറ്റാണ്ടിൽ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ലക്ഷ്യങ്ങളും ഒക്കെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട 3 പതിറ്റാണ്ടുകൾ, അത് ചെറുതല്ല. ആ ഒരു കാലഘട്ടത്തിൽ
നിങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് ദീനീ പ്രചാരകനായി മദ്രസ സംരംഭകനായി ഒരു വലിയ വിപ്ലവത്തിന് നാന്ദി കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, തൗഫീക്കാണ്. കൂടെ നിങ്ങൾ താങ്ങും തണലായി കൂടെ നിന്നു എന്നുള്ളതും നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു പ്രസ്ഥാനം ഈ ബംഗളൂരു മഹാനഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പേരും പ്രശസ്തിയും ആർജിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു പ്രസ്ഥാനം പലർക്കും പല നിലക്കും തണലായും അഭയമായും കൂടെയുണ്ടാവുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിലൊക്കെ ഒരു പങ്ക് നിങ്ങൾക്കുള്ളതാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, അതിൻ്റെ ഒരു വിയർപ്പ് തുള്ളികൾ നിങ്ങളോടത് കൂടിയാണ്. അതോടൊപ്പം മുന്നിൽ നിന്ന് നയിക്കുവാൻ സത്താർ ഉസ്താദിനെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാഗ്യവും കൂടിയാണ്. ആ ഒരു 3 പതിറ്റാണ്ട് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്നു എന്നുള്ളത്, ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതേണ്ടതാണ്. അതുകൊണ്ട് തലമുറകളിലേക്ക് വിദ്യകൾ പകർന്നു കൊടുത്തുകൊണ്ട്, മതചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട്, മതബോധനങ്ങൾ നൽകിക്കൊണ്ട് ഒരാൾ കൂടെയുണ്ടാവുക എന്നുള്ളതും, ആ കൂടെയുള്ളവർ ഇപ്പോഴും നമുക്ക് ദിശാബോധം നിർണയിച്ചു തരുന്നു എന്നുള്ളതും നമുക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം ഇതിനെ ഉയർത്തുമാറാവട്ടെ. വളരെ സന്തോഷം എന്നുള്ളത് ഇവിടുത്തെ വനിതാ കൂട്ടായ്മകളാണ്. പലതിനും വേണ്ടിയിട്ടും അവർ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വനിതാ വിമൻസ് കെയർ ഇവിടെയുള്ള ഓരോ ദിക്കിലുള്ള പലയിടങ്ങളിലും മയ്യത്ത് പരിപാലനത്തിന് അവരെത്തുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ പലർക്കും സാന്ത്വനമായിട്ടെത്തുന്നു എന്നുള്ളതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ മഹാനഗരത്തിൽ ജീവിതപ്പച്ച തേടിയെത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു നഗരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ സെൽഫിഷാണ്. ഞാൻ, എൻ്റെ കുടുംബം എന്നുള്ള ആ സെൽഫ് ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയോ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കോ ചെയ്യുവാൻ പലപ്പോഴും പലരും താല്പര്യപ്പെടാറില്ല, ചെയ്യാറുമില്ല. ഇവിടെയാണ് നമ്മൾ വേറിട്ട ചിന്താഗതികൾ, നമ്മോടൊപ്പം നമ്മുടെ സൊസൈറ്റിയെ കൂടി നോക്കുന്നു എന്നുള്ളത്, നമ്മോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളത്, അതിന് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഇവിടെയുള്ള വിമൻസ് കെയറും അതുപോലെ തന്നെ യുവാക്കളുടെ കൂട്ടായ്മയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതല്ല, മറിച്ച് സമൂഹത്തിൽ ഒരുപാട് മാതൃകകളാണ്, ഒരുപാട് വിപ്ലവങ്ങളുമാണ്. ഈ തിരക്ക് പിടിച്ച നഗരത്തിനിടയിൽ നിങ്ങൾ തരുന്ന ഓരോ കാര്യങ്ങളും ഈ സമൂഹത്തിലേക്ക് വലിയ പാഠങ്ങളാണ്. ആ ഒരു പാഠങ്ങൾ ഇനിയും ജൈത്രയാത്ര തുടരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അതോടൊപ്പം ഉസ്താദ്, നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, പലപ്പോഴും ഇവിടുത്തെ കമ്മിറ്റിക്കാരെ കുറിച്ചിട്ട് ഉസ്താദ് പറയാറുണ്ട്, സ്ഥാപക കാലഘട്ടം തൊട്ടു ഉള്ള കമ്മിറ്റിക്കാർ, അതുപോലെ തന്നെ ഇടയിലൊക്കെ വന്നവർ, ഇപ്പോഴും ചേർത്ത് നിർത്തുന്നവർ, കൂടെയുള്ളവർ, ഇങ്ങനെ ഒരുപാട് പേരെക്കുറിച്ച് പറയാറുണ്ട്. പലപ്പോഴും ഇടയിൽ വെച്ചിട്ട് പലരും ജീവിതത്തോട് യാത്ര പറഞ്ഞു പോയവരുണ്ട്, അവരെക്കുറിച്ചും വാദോരാതെ സംസാരിക്കാറുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഈ ഒരു മജ്‌ലിസിൻ്റെ സന്തോഷം അവരുടെ ഖബറിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ആ ഒരു ഫലങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഉസ്താദിനെ ഹൃദയത്തിൽ തട്ടി അഭിനന്ദിക്കുന്നു. കൂടെ ചേർത്ത് നിർത്തുന്ന കമ്മിറ്റിക്കാരെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വിശുദ്ധമായ വാക്യത്തിൽ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മ വബറക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അർഹമുർ-റഹീമായ റബ്ബ് ഈ നമ്മുടെ മദ്രസയുടെ പണിയുമായി സഹകരിച്ച എല്ലാവർക്കും, സഹായിച്ചവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വനിതാ സ്ത്രീ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഡേറ്റ് കറക്റ്റ് അറിയിക്കുന്നതാണ്. മറ്റൊരു കാര്യം, മദ്രസയുടെ അവസ്ഥകൾ. മദ്രസ ഇൻഷാ അല്ലാഹ് നാളെ ലീവാണ്, മറ്റന്നാൾ ക്ലാസ് ഉണ്ടാവും, ബുധനാഴ്ച ക്ലാസ് ഉണ്ട്, വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ 5 ദിവസം മദ്രസയുടെ പരീക്ഷ നടക്കുകയാണ്. കാരണം 1-ാം തീയതി മുതൽ നാട്ടിൽ പോകുന്ന പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദസറൻ്റെ ലീവിൽ നാട്ടിൽ പോകുന്നതുകൊണ്ട് അടിയന്തരമായി നമ്മൾ പരീക്ഷ നടത്തുന്നതാണ്. നിയമപരമായിട്ട് ഇന്നാണ് പരീക്ഷ നടത്തേണ്ടത്. അതുകൊണ്ട് തിങ്കളും ചൊവ്വയും ഒഴിവാക്കി ബുധനാഴ്ച ക്ലാസ് എടുത്ത് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ 5 ദിവസം പരീക്ഷ നടക്കുന്നതാണ്. സ്കൂളിൽ പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ് ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ്
എല്ലാവരും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ഒരു ഫാത്തിഹ ഓതിക്കൂടെ? ഒരു 11 തഹ്ലീലും മനസ്സറിഞ്ഞിട്ട് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇലാ ഹളറത്ത് നബീന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد كله كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. وركجلي لا إله إلا الله 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 لا إله إلا الله. എല്ലാവരും കൈകൾ മുഖത്തിന് നേരെ ഉയർത്തുക. എന്നിട്ട് നന്നായി ആമീൻ പറയാം എല്ലാവരും കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അർഹമുറാഹിമായ റഹ്മാനെ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾ ഈ മജ്ലിസിൽ ഞങ്ങളുടെ ദാറുൽ ഹുദ വുമൻസ് കെയറിൻ്റെ എല്ലാ പരിപാടിയിലും അന്ന് മുതൽ ഇന്ന് വരെ വരുന്നൊരു സഹോദരിയുണ്ട്. ക്യാൻസറിൻ്റെ ലക്ഷണം കൊണ്ട് ഇന്ന് നേരത്തെ കുറച്ച് മുമ്പ് വരെ എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ എല്ലാ പരിപാടിയിലും സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുന്ന സഹോദരി നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ പോവുകയാണ്. നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ചികിത്സിക്കാനുള്ള സാമ്പത്തികമായ കഴിവ് പോലുമില്ല. ആ മക്കളൊക്കെ ചെറിയ മക്കൾ വലുതാക്കി വേണ്ടതുപോലത്തെ ജീവിത മാർഗങ്ങളൊന്നുമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് നിൻ്റെ പരീക്ഷണം. അല്ലാ, നീ ഇഷ്ടപ്പെട്ടവരെ മാത്രമേ പരീക്ഷിക്കുകയുള്ളൂ. ആ പരീക്ഷണത്തിൽ നിന്ന് ആ സഹോദരനെ നീ രക്ഷിക്കണേ റഹ്മാനെ, നീ രക്ഷിക്കണേ റഹ്മാനെ.
ക്യാൻസർ പോലത്തെ രോഗമുള്ള കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും രോഗം നീ ശിഫയാക്കണേ റഹ്മാനേ. അവർ ഞങ്ങളെ മദ്രസ സ്നേഹിച്ചവരാണ്, അവരെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചവരാണ്, ഞങ്ങൾക്കൊരുപാട് തവണ ഭക്ഷണം കൊടുത്തയച്ചവരാണവർ. എല്ലാ കാര്യത്തിലും ഞങ്ങളോട് വല്ലാത്തൊരു സ്നേഹമുള്ള കുടുംബമാണ്. അല്ലാ, ചെറിയ കുഞ്ഞുമക്കൾ മുതൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഞങ്ങൾ ഉമ്മറാക്കളും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടിച്ചാടി നടന്ന പലരും ഈ മജ്ലിസിലുണ്ട്. അള്ളാഹുവേ, ഈ മജ്ലിസിൻ്റെ ബർക്കത്തോട് നീ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കാർക്കും അത്തരം രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. മാരകമായ വല്ല രോഗത്തിൻ്റെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണേ റഹ്മാനേ. ആരുമില്ലാതൊരു 3 പതിറ്റാണ്ട് മുമ്പ്, 30 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു, താടി മീശം പോലും ഇല്ലാത്ത ഞാൻ. അന്ന് ഈ പ്രസ്ഥാനവുമായി നിന്ന് ഇത്രയും കാലം ഞാൻ നിന്നത് നല്ലവരായ രക്ഷിതാക്കളും നല്ലവരായ കമ്മിറ്റി ഭാരവാഹികളും ഞങ്ങൾ പഠിപ്പിച്ച മക്കളും. അല്ലാ, എത്ര മക്കളാണുള്ളത്. ആ മക്കളെല്ലാം നീ സാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. എൻ്റെ 30 വയസ്സ് ഈ രാജ്യത്ത് ഈ നാട്ടിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങൾ പഠിപ്പിച്ച മക്കളാണ്. എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ മക്കൾക്കും അവരെ മക്കൾക്കും നീ ആ റാഹത്തും തൗഫീഖും നൽകണേ അല്ലാ. വിദേശത്തുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പൈലറ്റ് ഉണ്ട്. ഞങ്ങൾ പഠിപ്പിച്ച ഈ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ചെറുകിടക്കാരുണ്ട്, പലരുമുണ്ട്. പക്ഷേ ഞങ്ങളവരെ സ്നേഹിച്ചത് നിൻ്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആ മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നതും ഉസ്താദ് എന്നുള്ളൊരു ബന്ധത്തിനപ്പുറം വല്ലാത്തൊരു ബന്ധമുണ്ട്. ആ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. നല്ല ജോലി നൽകണേ റഹ്മാനേ. എന്ത് പ്രയാസം വരുമ്പോഴും ഫോണ് വിളിച്ചും നേരിട്ട് വന്നും ഉസ്താദേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപക്ഷേ മാതാപിതാക്കളെക്കാളും ഞങ്ങളെ സ്നേഹിച്ച മക്കളാണ്. അല്ലാ, നീ കൈവിടല്ല റഹ്മാനേ. അതുപോലെ തന്നെ ഉമ്മമാരും സഹോദരിമാരും ഞങ്ങളെ മദ്രസയെ സ്നേഹിച്ചു, ഞങ്ങളെ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ചു. ഞങ്ങളോടൊപ്പം ഈ സ്റ്റേജിലിരിക്കേണ്ട മഹമൂദ് കടക്കം എക്സാജിക്കയും. അല്ലാ, എത്ര ദൂരെ നിന്നാണ് എക്സാജിക്കൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മഴ കൊണ്ടത്, എത്ര വെയിൽ കൊണ്ടത്. അള്ളാഹു, അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിന്ന് പ്രസ്ഥാനം ഉയർന്നത്. അവരൊക്കെ ഇഖ്ലാസോടുകൂടി ദീനിന് വേണ്ടി ജീവിച്ചു. അല്ലാ, ഇന്ന് മദ്രസയിൽ ഓതുന്ന ഒരു ഫാത്തിഹൻ്റെ ഹറഫ് പോലും അവരുടെ ഖബറിലേക്ക് അവർക്ക് എത്തും. സൈദാലിക്ക് അടക്കം, റിനോൾഡ് ഉസുക്ക് അടക്കം, റക്സബൂക്ക്, അങ്ങനെ എത്ര മുഖങ്ങളാണ് ഞങ്ങളെ മുന്നിലേക്ക് വരുന്നത്. നാദാ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അല്ലാ, പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഞങ്ങളെ സഹായിച്ച പലരുമുണ്ട്. നീ അവരെ സഹായിക്കണേ റഹ്മാനേ. ഈ ഇരിക്കുന്ന ഞങ്ങളെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും അതോടൊപ്പം ഇതിന് സഹകരിക്കുന്ന രക്ഷിതാക്കളും ഉമ്മമാരും റബ്ബേ, നിൻ്റെ ദീനിന് വേണ്ടി മാത്രമുള്ള സ്നേഹമാക്കണേ റഹ്മാനേ. ഈ മിലാദ് പരിപാടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതുപോലെ വാരിക്കോരി തന്നവരാണ് ഇവരൊക്കെ. ഞങ്ങൾ മദ്രസയ്ക്ക് വേണ്ടി ഒരു പണി നടക്കുമ്പോൾ തന്നെ തന്നവരൊരുപാടുണ്ട്. മുകളിലത്തെ പണി തുടങ്ങുമ്പോൾ സഹായിച്ചവരുണ്ട്. അള്ളാഹുവെ, ടൈൽസ് തന്നവരുണ്ട്. അതുപോലെ എണ്ണി പറയാൻ ഞങ്ങൾക്ക് അസാധ്യമാണ്. ആ നിലക്ക് പ്രസ്ഥാനത്തിനെ വലുതാക്കി തന്ന ഒരുപാട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രക്ഷിതാക്കൾ, ഞങ്ങൾ ഉമ്മമാർ, 3-4 സഹോദരിമാർ ഈ മൗലിദിൻ്റെ പരിപാടിയിൽ തന്നെ 10,000 രൂപ വെച്ച് 4ഓളം സഹോദരിമാർ തന്നതായി ഓർമ്മ വരുന്നു. അള്ളാഹുവെ, രക്ഷിതാക്കൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മദ്രസയെ അത്ര കണ്ട് സ്നേഹിച്ചത് കൊണ്ടാണ്. ആ സ്നേഹത്തിനപ്പുറം മുഹമ്മദ് മുസ്തഫ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരിൽ നടത്തുന്ന മൈലാദാണല്ലോ, മൗലിദാണല്ലോ. ആ മൗലിദിന് വേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങൾ വുമൻസ് കെയറിൻ്റെ പരീക്ഷ നടത്തിയപ്പോൾ ഞങ്ങൾ ഉമ്മമാരൊക്കെ നന്നായി പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ആഫിയത്തും ആരോഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങൾ പ്രഖ്യാപിച്ച ഉംറ പാക്കേജ് നീ അത് നന്നായി പഠിച്ച് അർഹതപ്പെട്ട നിലയിൽ
അത് നന്നായി പഠിക്കുകയും നല്ല മാർക്കോടുകൂടി വിജയിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനെ. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 1,00,000 സ്വലാത്തിൽ 1:30 1,20,000 ചെല്ല ഉമ്മമാർ ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ കരഞ്ഞുപോയി. ചില ഉമ്മമാർ വിളിച്ച് ഉസ്താദെ ഞാൻ 1,00,000 ചൊല്ലി 1,50,000 ചൊല്ലിയവരുണ്ട്. അള്ളാഹ് ഒരു കൊല്ലം കൊണ്ട് 1,00,000 സ്വലാത്ത് ഒരു ഉമ്മ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ടാണ്. യാ റസൂലല്ലാഹ്, കഅബ കാണാൻ റൗള കാണാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഈ സിറ്റിയിൽ നിന്നുകൊണ്ട് 1,00,000 1,50,000 സ്വലാത്ത് ചെല്ലാൻ ആ ഉമ്മമാർക്ക് പ്രചോദനമുണ്ടായത് നമ്മൾ വുമൻസ് കെയറിൻ്റെയും ദാൽഹുദ ട്രസ്റ്റിൻ്റെയും നമ്മുടെ മദ്രസയുടെയും പ്രവർത്തനത്തിൻ്റെ മേഖലയാണ്. അള്ളാഹ് അവർ ചെല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്ത് ആ കുടുംബത്തിൽ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹ് ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അള്ളാഹ്. ഈ സമ്മാനങ്ങളൊക്കെ തൽക്കാലമാണ്. ഞങ്ങളൊന്നും ഇതിനൊന്നും അർഹതപ്പെട്ടവരല്ല, ഇതൊന്നും നിൻ്റെ അംഗീകാരമല്ല എന്ന് ഞങ്ങൾക്കറിയാം. റബ്ബ് നിൻ്റെ അംഗീകാരം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ ചെയ്ത സേവനം നീ അംഗീകരിക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബേ ഞങ്ങൾക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഖൈറായ എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ്. അശ്റഖൽ ബദ്റു അലൈനാ ഫഹ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി. യാ നബി സലാം, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ്. ഫിലെ മീലാദ് 2024 വന്ന എല്ലാ രക്ഷിതാക്കൾക്കും പിഞ്ചുമക്കൾക്കും ഉസ്താദുമാർക്കും നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. മാസ്സലാമ. അസ്സലാമു അലൈക്കും.